Next is directive gain and gain or power gain. Okay, directive gain power gain ഒരു definitions ഒക്കെ just ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. സോ ബൈ ഡെഫിനേഷൻ ഡയറക്റ്റീവ് ഗെയിൻ ജി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഡയറക്റ്റീവ് ഗെയിൻ ജി ഡി ദറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ ആവറേജ് റേഡിയേറ്റഡ് പവർ ആയിരുന്നു അല്ലേ? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ ആവറേജ് റേഡിയേറ്റഡ് പവർ, ദറ്റ് ഈസ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഫൈ ഓഫ് തീറ്റ കോമ phi. Then average radiated power is represented as WR by 4 pi. So phi of theta comma phi divided by WR by 4 pi വരും. And 4 pi numerator പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GD will be equal to എന്താണ്? 4 pi phi of theta comma phi divided by WR എന്ന് കിട്ടും. Then but the power gain is the ratio of two powers and the total power input is taken instead of simply radiated power. Okay. അപ്പോൾ ഡയറക്റ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഡെഫിനേഷൻ? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ ആവറേജ് റേഡിയേറ്റഡ് പവർ ആയിരുന്നു. ആൻഡ് ഇൻ ദ കേസ് പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? റേഷ്യോ ഓഫ് പവേഴ്സ് ആണ്, രണ്ട് പവറിൻ്റെ റേഷ്യോസ് ആണ്. ആൻഡ് ടോട്ടൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ടോട്ടൽ പവർ ഇൻപുട്ട് ആയിരിക്കും നമ്മളിവിടെ എടുക്കുന്നത്. സോ ടോട്ടൽ പവർ ഇൻപുട്ട് ഈസ് ടേക്കൺ ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി റേഡിയേറ്റഡ് പവർ. നമുക്ക് WR ആണ് നമ്മളിവിടെ എടുത്തത്. സോ ഇവിടെയാണെങ്കിൽ ടോട്ടൽ ഇൻപുട്ട് പവർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ദാറ്റ് ഇസ് ഫൈ ഓഫ് തീറ്റ കോമ ഫൈ ഡിവൈഡഡ് ബൈ WT ഡിവൈഡഡ് ബൈ 4 pi എന്ന് വരും. ഓക്കെ, WT ഡിവൈഡഡ് ബൈ 4 pi എന്ന് വരും. ദാറ്റ് ഇസ് എന്താണ്? GP is equal to 4 pi. ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 4 pi ഇൻറ്റു ഫൈ ഓഫ് തീറ്റ കോമ ഫൈ ഡിവൈഡഡ് ബൈ WT എന്ന് വരും. ദാറ്റ് ഇസ് WT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ റേഡിയേറ്റഡ് പവർ. ഓക്കെ, ടോട്ടൽ റേഡിയേറ്റഡ് പവർ ടോട്ടൽ പവർ ഇൻപുട്ട് ആണ്. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു WR, that is total radiated power, plus എന്താണ്? ലോസസ്, WL ലോസസ്. ഓക്കെ, ലോസസ് കാരണം ലോസ് എന്താ ആൻറ്റിന ലോസസ് ഒക്കെയാണ് WL എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് WT is the total power input and WR is the total radiated power here. Then so total power എന്ന് പറഞ്ഞാൽ radiated power plus power loss in ohmic resistance. Ohmic resistance le power loss. Then directive gain depends entirely on the distribution of radiated power in space, whereas gain or power gain depends on the sharpness of the lobe and the volume of the solid radiation pattern. എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് ഗെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് റേഡിയേറ്റഡ് പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷന് മാത്രമാണ്. ഓക്കെ, റേഡിയേറ്റഡ് പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് എൻ്റെ ഡയറക്റ്റീവ് ഗെയിൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ദി ഗെയിൻ ഓർ പവർ ഗെയിൻ അല്ലെങ്കിൽ പവർ ഗെയിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദി ഷാർപ്നെസ് ഓഫ് ദി ലോബ് ആൻഡ് വോളിയം ഓഫ് ദി സോളിഡ് റേഡിയേഷൻ പാറ്റേൺ. സോളിഡ് റേഡിയേഷൻ പാറ്റേണിൻ്റെ വോളിയത്തെ അല്ലെങ്കിൽ ലോബിൻ്റെ ഷാർപ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്? പവർ ഗെയിൻ ഇരിക്കുന്നത്. ഓക്കെ, പവർ ഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എന്താണ്? ലോബിൻ്റെ ഷാർപ്നെസ്. എന്തോരം ഷാർപ്പാണ് നമ്മുടെ ലോബ്സ് നമ്മൾ ഇങ്ങനെയാണ് വരച്ചിരുന്നത്. സോ ലോബ് മാക്സിമം ഷാർപ്പ് ആകും തോറും എന്താണ്? പവർ ഗെയിൻ മാക്സിമം കൂടും. ഓക്കെ, പവർ ഗെയിൻ മാക്സിമം കൂടും. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റീവ് ഗെയിൻ ഡിപ്പെൻഡ്സ് എൻ്റയർലി ഓൺ ദി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേറ്റഡ് പവർ ഇൻ സ്പേസ്. വേറസ് ഗെയിൻ ഓർ പവർ ഗെയിൻ ഡിപ്പെൻഡ്സ്, ഗെയിൻ അല്ലെങ്കിൽ പവർ ഗെയിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഓൺ ദി ഷാർപ്നെസ് ഓഫ് ദി ലോബ് ആൻഡ് വോളിയം ഓഫ് ദി സോളിഡ് റേഡിയേഷൻ പാറ്റേൺ. ഓക്കെ, then third point എന്താണ്? directive gain is a qualitative measure of the extent to the total power radiated is concentrated in one direction and it does not depends upon the power input to the antenna and the antenna losses like dielectric losses and the cupric losses, mismatch losses and power consumed in terminating resistance etc. whereas the power input and the antenna losses are accounted in the power gain. Okay, thus power gain takes into account the antenna efficiency as well as its directional properties. Okay, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്താ ഡയറക്റ്റീവ് ഗെയിൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞു അല്ലേ? റേഡിയേറ്റഡ് പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പവർ ഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി WT, ടോട്ടൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ പവർ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ പവർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
ദാറ്റ് ഈസ് WR വരും WT വരും. WR പ്ലസ് WT ആണ്, സോറി WL ആണ്. WL എന്ന് പറഞ്ഞാൽ ലോസസ് ആണ്. ആൻഡ് സോ നമ്മുടെ ഡയറക്റ്റീവ് ഗെയിൻ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പവർ ഇൻപുട്ട് ആൻഡ് ദി ആന്റിന ലോസസ്. ഓക്കെ, ആന്റിന ലോസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ലോസസ് വരും? ഡയലക്ട്രിക് ലോസ് വരും. Then CU losses means cupric losses. Okay, dielectric loss varum, then cupric losses, then mismatch losses, power consumed in terminating resistance. ഇങ്ങനെ കുറേ ലോസസ് എന്തിൻ്റെ കേസിൽ വരും? ആന്റിന ലോസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഡയറക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡയറക്റ്റീവ് ഗെയിനിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഈ ലോസസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് ഈ ലോസസും അതുപോലെ പവർ ഇൻപുട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തിൻ്റെ കേസിലായിരിക്കും? പവർ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും. സോ പവർ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം? പവർ ഇൻപുട്ടും ടോട്ടൽ പവർ ഇൻപുട്ടും അതേപോലെ തന്നെ പറയുന്ന ലോസസ് ഒക്കെ കൺസിഡർ ചെയ്യണം. പവർ ഗെയിൻ ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി ആന്റിന ലോ എഫിഷ്യൻസി ആസ് വെൽ ആസ് ഇസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. അതായത് ആന്റിനയുടെ എഫിഷ്യൻസിനെയും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പവർ ഗെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡയറക്ഷണൽ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സോ അടുത്ത നമ്മൾ പറയുന്നതാണ് ഡയറക്റ്റീവ് ഗെയിൻ ആൻഡ് ഡയറക്ടിവിറ്റി. ഇവിടെ നമ്മൾ ഡയറക്റ്റീവ് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ ആണ് ഇവിടെ കണ്ടത്. എന്താണ്? ഡയറക്റ്റീവ് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ ആയിരുന്നു. സോ ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ഡയറക്റ്റീവ് ഗെയിൻ ആൻഡ് ഡയറക്ടിവിറ്റി അത് തമ്മിലുള്ള റിലേഷനാണ്. സോ ബൈ ഡെഫിനിഷൻ ഡയറക്റ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ ആവറേജ് റേഡിയേറ്റഡ് പവർ ആണ്. ഓക്കെ, directive gain is radiation intensity divided by average radiated power. And radiation intensity notation is like phi of angle theta comma phi അല്ലേ, divided by average radiated power എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? phi average radiated power phi average ആണ്. that is എങ്ങനെ represent ചെയ്യുന്നത്? that is represented as phi of, so this will be becomes എന്താണ്? phi of theta comma phi divided by phi average എന്ന് പറഞ്ഞാൽ WR divided by 4 അല്ലേ, total power radiated divided by 4 ആണ്. so this becomes 4 into phi of theta comma phi divided by WR എന്ന് വരും. GD directive gain will be equal to 4 phi of theta comma phi divided by WR, and the extent to which a practical antenna concentrates its radiated energy related to that of some standard antenna is known as directive gain, whereas the maximum directive gain is called directivity D. ഓക്കെ, ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം ഡയറക്റ്റീവ് ഗെയിൻ ആണ്, നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞാണ്. ആൻഡ് ഡയറക്റ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദി എക്സ്റ്റെൻറ്റ് to which a practical antenna can concentrate its radiated energy, okay, relative to that of some standard antenna. okay, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു പ്രാക്ടിക്കൽ ആൻറ്റിനയ്ക്ക് അതിൻ്റെ റേഡിയേറ്റഡ് എനർജീനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ എക്സ്റ്റെൻറ്റ് റിലേറ്റ് അതിന് എന്തുമായിട്ട് റിലേറ്റീവായിട്ടാണ് നമ്മൾ പറയുന്നത്? ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റീവ് ഗെയിൻ വി ആർ റിലേറ്റിംഗ് ഇറ്റ് ടു ദാറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് ആൻറ്റിന. അതായത് സ്റ്റാൻഡേർഡ് ആൻറ്റിന എന്തോരും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ എന്തോരം എക്സ്റ്റെൻഡിൽ എന്ത് ചെയ്യും? റേഡിയേറ്റഡ് പവറിനെ കോൺസെൻട്രേറ്റ് ചെയ്യും എന്നതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് പറയുന്നു? ഒരു പ്രാക്ടിക്കൽ ആൻറ്റിന എന്തോരം ചെയ്യുമെന്ന് പറയുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡയറക്റ്റീവ് ഗെയിൻ. ആൻഡ് മാക്സിമം ഡയറക്റ്റീവ് ഗെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ടിവിറ്റി അഥവാ D എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ മാക്സിമം ഡയറക്റ്റീവ് ഗെയിൻ ഈസ് നോൺ ആസ് D. D എങ്ങനെ ഡിഫൈൻ ചെയ്യാം പറഞ്ഞല്ലേ? D will be equal to എന്താണ്? മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻ ദ ടെസ്റ്റ് ആൻറ്റിന ഡിവൈഡഡ് ബൈ ആവറേജ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻ ദ ടെസ്റ്റ് ആൻറ്റിന itself, and it can be represented as phi of theta comma phi max divided by എന്താണ്? phi average. ഓക്കെ, എല്ലാം രണ്ടും എന്തിൻ്റെ? ടെസ്റ്റ് ആൻറ്റിനയുടെ തന്നെയാണ്. നമ്മൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ D വിൽ ബി എന്താ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടെസ്റ്റ് ആൻറ്റിന തന്നെയായിരിക്കും. ആൻഡ് പവറിൻ്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിലോ ന്യൂമറേറ്ററിൽ ടെസ്റ്റ് ആൻറ്റിന സബ്ജക്റ്റ് ആൻറ്റിന വരും. ആൻഡ് ഡിനോമിനേറ്ററിൽ ഇറ്റ് വിൽ ബി ഒരു സ്റ്റാൻഡേർഡ് ആൻറ്റിന അല്ലെങ്കിൽ റെഫറൻസ് ആൻറ്റിന ആയിരിക്കും
ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ ഈ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഡയറക്ടിവിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. ജസ്റ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇക്വേഷൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാം കാണാതെ പഠിച്ചു പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, ദെൻ so directivity can be expressed as maximum radiation intensity of test antenna divided by radiation intensity of an isotropic antenna, and D will be equal to എന്താണ്? സോ നമ്മളിവിടെ പറഞ്ഞു maximum radiation intensity of test antenna divided by ആവറേജ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ടെസ്റ്റ് ആന്റിന എന്നും പറഞ്ഞു. ദെൻ എഗെയിൻ നമുക്ക് വേറൊരു ഡെഫിനിഷൻ്റെ എന്താണ്? മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ടെസ്റ്റ് ആന്റിന ഡിവൈഡഡ് ബൈ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ആൻ ഐസോട്രോപിക് ആന്റിന. സോ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എന്താണ്? ഡി വിൽ ബി ഈക്വൽ ടു 5 ഓഫ് തീറ്റ, 5 മാക്സ് ഡിവൈഡഡ് ബൈ 5 നോട്ട് എന്ന് എക്സ്പ്രസ് ചെയ്യും. 5 നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് ഐസോട്രോപിക് ആന്റിന ആയിരിക്കും. ആൻഡ് സോ ദെൻ ഒരു സെക്കൻഡ് പോയിന്റ്, ഫോർ എ ലോസ്ലെസ് ഐസോട്രോപിക് ആന്റിന ഡയറക്റ്റീവ് ഗെയിൻ ആൻഡ് ഡയറക്ടിവിറ്റി ഈസ് സെയിം. ഓക്കെ, അതായത് ഒരു ലോസ്ലെസ് ഐസോട്രോപിക് ആന്റിന ആണെങ്കിൽ അതിന്റെ കേസിൽ ഡയറക്റ്റീവ് ഗെയിനും ഡയറക്ടിവിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഡയറക്റ്റീവ് ഗെയിൻ ആൻഡ് ഡയറക്ടിവിറ്റി വിൽ ബി സെയിം. ഇൻ ദിസ് കേസ് റേഡിയേഷൻ എഫിഷ്യൻസി ഫാക്ടർ കെ വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഒരു ഐസോട്രോപിക് ലോസ്ലെസ് ആന്റിനയ്ക്ക് ഡയറക്റ്റീവ് ഗെയിനും ഡയറക്ടിവിറ്റിയും സെയിം ആയിരിക്കും. അതായത് മാക്സിമം കേസാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഐസോട്രോപിക്കിന്റെ കേസിൽ എന്താണ്? മാക്സിമം എന്താണ്? ഡയറക്റ്റീവ് ഗെയിൻ ആയിരിക്കും, മാക്സിമം ഗെയിൻ ആയിരിക്കും. സോ മാക്സിമം ഡയറക്റ്റീവ് ഗെയിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഡയറക്റ്റീവ് ഗെയിനും ഡയറക്ടിവിറ്റിയും ഐസോട്രോപിക് ആന്റിനയ്ക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആൻഡ് ഹിയർ ദ റേഡിയേഷൻ എഫിഷ്യൻസി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? കെ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, റേഡിയേഷൻ എഫിഷ്യൻസി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഇസ് ഈക്വൽ ടു 1 ആണ്. ആൻഡ് G0 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? ഡയറക്ടിവിറ്റി വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എന്ത് പറയുമ്പോൾ ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? G0 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഡയറക്ടിവിറ്റി അല്ലെങ്കിൽ ഡയറക്ടിവിറ്റി അല്ല, ഗെയിൻ ഇൻ ദ കേസ് ഓഫ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഐസോട്രോപിക് റേഡിയേറ്ററിനെ ആണെങ്കിൽ നമ്മൾ G0 എന്ന് പറയും. ആൻഡ് G0 വിൽ ബി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, K ഇൻറ്റു D എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ഹിയർ കെയുടെ വാല്യൂ എന്തായിരിക്കും? ഫോർ ആൻ ഐസോട്രോപിക് ലോസ്ലെസ് ആന്റിന K വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. സോ G0 വിൽ ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? D എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, G0 വിൽ ബി ഈക്വൽ ടു D ഇൻ ദ കേസ് ഓഫ് ഐസോട്രോപിക് ലോസ്ലെസ് ആന്റിന. ദെൻ the third point എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഡയറക്റ്റീവ് ഗെയിൻ മേ ലൈ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി. ഓക്കെ, ഡയറക്റ്റീവ് ഗെയിനിന്റെ ന്യൂമറിക്കൽ വാല്യൂ ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി ആണ്. പക്ഷെ ഡയറക്ടിവിറ്റിയുടെ മാക്സിമം നമ്മൾ പറഞ്ഞായിരുന്നു 1 to ഇൻഫിനിറ്റി ആണ് അല്ലെ? 1 to ഇൻഫിനിറ്റി ആണ്. സോ ഡയറക്റ്റീവ് ഗെയിൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റീവ് ഗെയിനിന്റെ വാല്യൂയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. Directive gain varies from 0 to infinity, but in the case of directivity ആണെങ്കിലോ it varies from 1 to infinity ആണ്, 1 to infinity. Okay, numerical value of directive gain may lie between 0 and infinity, whereas that of directivity between 1 and infinity, and in case of directivity it cannot be less than 1. അതുപോലെ ഞാൻ പറഞ്ഞായിരുന്നു നെഗറ്റീവ് വാല്യൂ ആകാനും പാടില്ല, ലെസ് ദാൻ 1ന്റെ താഴെ പോകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 1 and infinity and it cannot be less than 1, 1നേക്കാളും ചെറുതാകാൻ പാടില്ല. ഓക്കെ, then directive gain depends entirely on the distribution of radiated power in space, whereas the value of directivity depends on the solid angle of the far field pattern. Okay, ഇനി നമ്മൾ ഡയറക്റ്റീവ് ഗെയിൻ പറഞ്ഞപ്പോൾ മറ്റേ ഡയറക്റ്റീവ് ഗെയിനും പവർ ഗെയിനും തമ്മിൽ ഇവിടെ കമ്പയർ ചെയ്തപ്പോഴും നമ്മൾ എന്ത് പറഞ്ഞു? ഡയറക്റ്റീവ് ഗെയിൻ ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേറ്റഡ് പവർ ഇൻ ദി സ്പേസ് എന്ന് പറഞ്ഞായിരുന്നു. ഹിയർ ഓൾസോ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും, ഡയറക്റ്റീവ് ഗെയിൻ ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേറ്റഡ് പവർ ഇൻ സ്പേസ്. പക്ഷേ ഡയറക്ടിവിറ്റിയുടെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സോളിഡ് ആംഗിൾ. ഓക്കെ, ഡയറക്ടിവിറ്റിയുടെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സോളിഡ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് ഫാർ ഫീൽഡ് പാറ്റേണിന്റെ സോളിഡ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡയറക്റ്റീവ് ഗെയിൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പവർ ഇൻപുട്ട്.
നമ്മൾ മറ്റേ കേസിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഡയറക്റ്റീവ് ഗെയിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പവർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആൻറ്റിന ലോസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് സോ ഇറ്റ്സ് ട്രൂ ഫോർ ദി ഡയറക്റ്റിവിറ്റി. പക്ഷെ ഡയറക്റ്റിവിറ്റി ആണെങ്കിലോ, ഡയറക്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി എന്താണ്? സോ ഈസ് ട്രൂ ഫോർ ദി ഡയറക്റ്റിവിറ്റി. ഡയറക്റ്റീവ് ഗെയിൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പവർ ഇൻപുട്ടിനെയും അതേപോലെ ആൻറ്റിന ലോസസിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സെയിം തന്നെ ഡയറക്റ്റിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻ അതർ വേർഡ്സ് ആൻറ്റിന എഫിഷ്യൻസി ഈസ് നോട്ട് ഇൻവോൾവ് ദീസ് ടു. ഓക്കെ, അപ്പം പവർ ഗെയിൻ നമ്മൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? പവർ ഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പവർ ഇൻപുട്ട് ആൻഡ് ആൻറ്റിന ലോസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ നമ്മൾ പവർ ഗെയിൻ പറയുമ്പോൾ ആൻറ്റിന എഫിഷ്യൻസിയും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ ഡയറക്റ്റീവ് ഗെയിൻ പറയുമ്പോഴും ഡയറക്റ്റിവിറ്റി പറയുമ്പോഴും നമ്മൾ എന്ത് ഡയറക്റ്റീവ് ഗെയിൻ ആണെങ്കിലും ഡയറക്റ്റിവിറ്റി ആണെങ്കിലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പവർ ഇൻപുട്ടിനെയും അതേപോലെ ആൻറ്റിന ലോസസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ആൻറ്റിന എഫിഷ്യൻസി ഈ രണ്ട് കേസിലും ഇൻവോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻറ്റിന എഫിഷ്യൻസി ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദീസ് ടു. ഓക്കെ, ഈ രണ്ട് കേസിലും എന്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല? ആൻറ്റിന എഫിഷ്യൻസി ഇൻവോൾവ് ചെയ്യുന്നില്ല. ആൻഡ് ദ സിക്സ്ത് പോയിന്റ് എന്താണ്? ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഡയറക്റ്റിവിറ്റി ഓഫ് കറന്റ് എലമെന്റ് ആൻഡ് ഹാഫ് വേവ് ഡൈപോൾ ഈസ് റെസ്പെക്റ്റീവ്ലി എന്താണ്? respectively 1.5 and 1.64. Okay, numerical value of directivity of current element and half wave dipole. അപ്പോൾ എന്താ ഡയറക്റ്റിവിറ്റിയുടെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 1 to infinity ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ. ഏതിനാണെങ്കിലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഒരു കറണ്ട് എലമെന്റിനാണെങ്കിൽ ഇറ്റ് വിൽ ബി 1.5 ആൻഡ് ഡെസിബലിനാണെങ്കിൽ അതിനെ 1.76 ഡെസിബലിന് എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ഫോർ എ ഡൈപോൾ ഹാഫ് വേവ് ഡൈപോളിനാണെങ്കിൽ ഇറ്റ് വിൽ ബി 1.64. ഓക്കെ, കറണ്ട് എലമെന്റിനാണെങ്കിൽ ഡയറക്റ്റിവിറ്റി എന്താണ്? കറണ്ട് എലമെന്റിന്റെ ഡയറക്റ്റിവിറ്റി ആണെങ്കിൽ 1.5. D will be equal to 1.5 and for a ഡൈപോൾ ഹാഫ് വേവ് ഡൈപോളിനാണെങ്കിൽ എന്തായിരിക്കും? ഫോർ എ ഹാഫ് വേവ് ഡൈപോളിനാണെങ്കിൽ ഡി വിൽ ബി ഈക്വൽ ടു 1.64 ആയിരിക്കും, അല്ലെങ്കിൽ 2.15 ഡെസിബൽ ആയിരിക്കും. ദെൻ ഡയറക്റ്റീവ് ഗെയിൻ ഓഫ് ഹാഫ് വേവ് ഡൈപോൾ ഓവർ കറണ്ട് എലമെന്റ്. ഓക്കെ, കറണ്ട് എലമെന്റിന്റെ ഡയറക്റ്റീവ് ഗെയിൻ ഓഫ് ഹാഫ് വേവ് ഡൈപോൾ ഓവർ കറണ്ട് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 2.15 മൈനസ് എന്ത് ചെയ്താൽ മതി? 1.76 ഡെസിബൽ ചെയ്താൽ മതി. ദാറ്റ് ഇസ് 0.39 ഡെസിബലിന് കിട്ടും. ഓക്കെ, അപ്പം ഡയറക്റ്റിവിറ്റി ഓഫ് എന്താണ്? കറണ്ട് എലമെന്റ് എന്ന് പറയുന്നത് 1.5 ആണ്. ആൻഡ് ദാറ്റ് ഓഫ് ഹാഫ് വേവ് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? 1.64 ആണ്. സോ അതിന്റെ ഡയറക്റ്റീവ് ഗെയിൻ, അപ്പോൾ ഡയറക്റ്റീവ് ഗെയിൻ ഓഫ് ഹാഫ് വേവ് ഡൈപോൾ ഓവർ കറണ്ട് എലമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ. സോ ദിസ് വിൽ ബി 2.15 മൈനസ് 1.76 ഡെസിബൽ ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 0.39 ഡെസിബലിന് നമുക്ക് കിട്ടും. ദെൻ സോ ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുവാണ്, ആൻറ്റിന എഫിഷ്യൻസി. നമ്മൾ ഡയറക്റ്റിവിറ്റി എന്താണ്, ഡയറക്റ്റീവ് ഗെയിൻ എന്താണ്, ആൻറ്റിന ഗെയിൻ, പവർ ഗെയിൻ, റേഡിയേഷൻ പാറ്റേൺ, അങ്ങനത്തെ കുറേ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ബീം ആംഗിൾ, ബീം സോളിഡ് ആംഗിൾ, ബീം ഏരിയ, അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അല്ലേ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ്? ആൻറ്റിന എഫിഷ്യൻസിയാണ്. ഓക്കെ, ആൻറ്റിന എഫിഷ്യൻസി. Then the efficiency of an antenna is defined as the ratio of power radiated to the total input power supplied to the antenna. Okay, അപ്പോൾ എഫിഷ്യൻസി ഓഫ് ആൻ ആൻറ്റിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേഷ്യോ ഓഫ് പവർ റേഡിയേറ്റഡ് ടു ദി ടോട്ടൽ ഇൻപുട്ട് പവർ സപ്ലൈഡ് ടു ദി ആൻറ്റിന. എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? ഔട്ട്പുട്ട്. ജനറലി എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈറ്റ വെച്ചിട്ടാണ്. ഓക്കെ, ഈറ്റ എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട് ജനറലി നമ്മൾ എഫിഷ്യൻസി റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജനറലി നമ്മൾ എന്ത് പറയും? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറയും. എന്തോരം ഇൻപുട്ട് കൊടുത്തതിന് എന്തോരം യൂട്ടിലൈസ് ചെയ്തു, നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ് എഫിഷ്യൻസി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ നമുക്ക് എഫിഷ്യൻസി ഓഫ് എൻ ആന്റിന എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റേഷ്യോ ഓഫ് പവർ റേഡിയേറ്റഡ് ടു ദി ടോട്ടൽ ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ നമ്മൾ എന്തോരം കൊടുത്തു, അത് എന്തോരം പവർ യൂസ്ഫുൾ ആയിട്ട് റേഡിയേറ്റ് ചെയ്തു. സോ എന്ത് വന്നു? പവർ റേഡിയേറ്റഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ട് പവർ ആണ്
എന്ത് ആന്റിന എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആൻഡ് സോ നമുക്ക് ഈറ്റ എന്ന് പറയുന്നത് പവർ റേഡിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈറ്റ വിൽ ബി ഈക്വൽ ടു പവർ റേഡിയേറ്റഡ് ആണ്. സോ പവർ റേഡിയേറ്റഡ് WR എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് WT അല്ലേ. WT ആണ് ടോട്ടൽ ഇൻപുട്ട് പവർ അല്ലേ. ഞാൻ പറഞ്ഞായിരുന്നു WT ആണ് ടോട്ടൽ ഇൻപുട്ട് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ബിക്കംസ് WR ഡിവൈഡഡ് ബൈ എന്തായി WT എന്ന് പറഞ്ഞത് എന്താണ്, ടോട്ടൽ പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് റേഡിയേറ്റഡ് പവർ ആൻഡ് ലോസസ്, ആന്റിന ലോസസ് ആണ്. സോ WR പ്ലസ് WL വരും. ആൻഡ് സോ WR ഡിവൈഡഡ് ബൈ WT ഇൻറ്റു എന്തെന്ന് നമുക്ക് എഴുതാൻ സാധിക്കും, 4π ഓഫ് θ, 5 ഡിവൈഡഡ് ബൈ 4π θ, എന്ന് നമ്മൾ ജസ്റ്റ് അതായത് ഈ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിന് ഇക്വേഷൻ ചേഞ്ചസ് ഒന്നും വരില്ല. മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. ആൻഡ് ദിസ് 4π ഓഫ് θ, ഡിവൈഡഡ് ബൈ WT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, പവർ ഗെയിൻ അല്ലേ. ദിസ് വിൽ ബി പവർ. Okay, this represents the power gain, and this is WR divided by 4π θ, 4π 5 θ, 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, this will be 1 by directive gain അല്ലേ. 1 by directive gain, that is 1 by GD. So GP into 1 by GD എന്ന് വരും. And this is, so this will become GP by GD. Okay, ഇതെന്തുകൊണ്ടാണ്, here നമുക്കറിയാം എന്താ, GP will be equal to power gain GP എന്ന് പറയുന്നത് എന്താണ്, power gain GP. Power gain GP is equal to what? GP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 4π of θ, 5. 4π of θ, angle 5 divided by എന്താണ്, WT. ടോട്ടൽ പവർ ഇൻവോൾവ് ആണ് ഇൻ ദ കേസ് ഓഫ് പവർ ഗെയിൻ. സോ WT വരും. ആൻഡ് GD എന്താണ്, GD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റീവ് ഗെയിൻ GD എന്ന് പറയുന്നത് എന്ത് വരും, ഡയറക്റ്റീവ് ഗെയിൻ GD വിൽ ബി ഈസ് ഈക്വൽ ടു, GD എന്ന് പറഞ്ഞാൽ എന്താണ്, 4π θ, 5 ഡിവൈഡഡ് ബൈ എന്ത് വരും, WR വരും അല്ലെ, ഡിവൈഡഡ് ബൈ WR വരും. ആൻഡ് സോ ദിസ് വിൽ ബി ബിക്കംസ് എന്താണ്, ഇത്രയും ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, GP ആണ്. ആൻഡ് ദിസ് ഇസ് എന്താണ്, G1 by GD ആണ്. സോ GP by GD എന്ന് വരും. ഈറ്റ വിൽ ബി ഈക്വൽ ടു എന്നാണ്, GP by GD എന്ന് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, GP by GD എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം. സോ ഹിയർ നമുക്ക് GP by GD എന്ന് പറഞ്ഞാൽ ദിസ് ആൻഡ് ദിസ് ഗെറ്റ് ക്യാൻസൽ അല്ലേ. ഇത് വരും ക്യാൻസൽ ആയി എന്ത് വരും, GP by GD. ഈറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും, WR ഡിവൈഡഡ് ബൈ WT ആണ്. സോ that is equal to GP divided by GD, and this is equal to എന്താണ്, GP by GD, that is equal to WR divided by എന്താണ്, WT നെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, WR plus WL. WR divided by WR plus WL എന്ന് വരും. ഇവിടെ WR എന്ന് പറയുന്നത് പവർ റേഡിയേറ്റഡ് ആൻഡ് WL is the ohmic losses അല്ലേ. ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എല്ലാ ടൈപ്പ് ഓഫ് എന്താ ഗെയിൻസിനെ പറ്റി ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻസിൽ വരുന്ന ഡിഫറൻസ്, അതേപോലെ ഇക്വേഷൻസിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. സോ ഇത് ചെയ്ത് തന്നെ പഠിക്കാം. ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റും ആൻഡ് കൺഫ്യൂസിങ് ആവില്ല, കൺഫ്യൂഷൻ വരില്ല. സോ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. ദെൻ സോ ഈറ്റ വിൽ ബി ഈക്വൽ ടു ആന്റിന എഫിഷ്യൻസി. ഈറ്റ നമുക്ക് എന്ത് ചെയ്തിട്ട് GP by GD എന്ന് കിട്ടി. GP എന്ന് പറഞ്ഞാൽ പവർ ഗെയിൻ ആണ്, GD എന്ന് പറയുന്നത് ഡയറക്റ്റീവ് ഗെയിൻ ആണ്. ആൻഡ് സോ ദിസ് ക്യാൻ ബി എന്താണ്, WR ഡിവൈഡഡ് ബൈ WT അല്ലേ, WR by WT. ആൻഡ് WT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ പവർ ഇൻപുട്ട് ആണ്. ദാറ്റ് ഈസ് ദ സം ഓഫ് എന്താണ്, റേഡിയേറ്റഡ് പവർ ആൻഡ് ഓമിക് ലോസസ് WL. ഓക്കെ, ദെൻ so if current flowing in the antenna is high, then eta will be equal to I square RR divided by I square RR plus RL അല്ലേ. നമ്മൾ പവറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പവർ WR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് I ശരിക്കും പവറിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. പവർ വിൽ ബി ഈക്വൽ ടു എന്താണ്, പവർ വിൽ ബി ഈക്വൽ ടു പവറിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഇൻ ടേംസ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് I square R അല്ലെ. പവർ എന്ന് പറയുന്നത് I square R ആണ്. സോ
W റേഡിയേറ്റഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? I² R റേഡിയേറ്റഡ് എന്നും. ആൻഡ് WT എന്ന് പറയുന്നത് എന്തിന്റെ സമ്മാണ്? WRന്റെയും WLന്റെയും സമ്മാണ്. സോ WL can be represented as what? WLനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? WL will be equal to I² RL എന്ന് റെപ്രസെന്റ് ചെയ്യാം. So this can be equation നമുക്ക് ആന്റിന ഗെയിൻ എഫിഷ്യൻസി eta will be equal to എന്താണ്? WR divided by WR plus WL. So I² RR divided by എന്താണ്? I² RR divided by I² into RR plus RL എന്ന് വരും. Okay, then this I² and cancel ആവും. So this will be eta will be എന്തെന്ന് നമുക്ക് represent ചെയ്യാം in terms of റെസിസ്റ്റൻസിന്റെ ടേംസിൽ എന്ത് റെപ്രസെന്റ് ചെയ്യാം? RR divided by RR plus RL എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. So eta will be equal to RR divided by R പ്ലസ് RL എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് പെർസെൻറ്റേജ് ആകുമ്പോൾ ഇൻറ്റു 100 ചെയ്യുക. സോ വേറെ RR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേഡിയേഷൻ റെസിസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് RL എന്ന് പറഞ്ഞാൽ ഓമിക് ലോസ് റെസിസ്റ്റൻസ് ഓഫ് ആന്റിന കണ്ടക്ടർ. ദെൻ RR പ്ലസ് RL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും. And it is desirable to have a better radiation characteristics from the antenna, and for this loss resistance should be as small as possible. The loss resistance may consist of the following in general: and ohmic loss in antenna conductor, then dielectric loss, I² R loss in antenna and ground system, loss in earth connections, leakage loss in insulation. Okay, അപ്പോൾ ഇത്രയും ലോസസ് ആണ് ആന്റിനയിൽ വരുന്നത്. ഏതൊക്കെയാണ് ലോസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓമിക് ലോസ് വരും, ദെൻ എന്ത് വരും? ഡൈലക്ട്രിക് ലോസ് വരും, ആൻഡ് I² R ലോസ് എന്ന് വരും. I² R ലോസ് വരും, ലോസ് ഇൻ ദി എർത്ത് കണക്ഷൻസ്, ലീക്കേജ് ലോസ് ഇൻ ഇൻസുലേഷൻസ്. അപ്പോൾ ഇത്രയും ലോസസ് ആണ് എന്തിൽ വരുന്നത്? ആന്റിനയിൽ വരുന്നത്. സോ ഈറ്റ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ ടേംസിൽ നമുക്ക് എന്ത് കിട്ടി? R ഡിവൈഡഡ് ബൈ RR പ്ലസ് RL ഇൻറ്റു 100 എന്ന് കിട്ടി. വേറെ RR എന്ന് പറഞ്ഞ റേഡിയേഷൻ റെസിസ്റ്റൻസ് ആണ്. RL എന്ന് പറയുന്നത് എന്താണ്? ഓമിക് ലോസ് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? RR പ്ലസ് RL ആയിരിക്കും. ആൻഡ് നമ്മുടെ ലോസ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ് വരുന്നത്? ആന്റിനയിൽ ഓമിക് ലോസ് റെസിസ്റ്റൻസ് വരും, ആന്റിനയുടെ ഡൈലക്ട്രിക് ലോസ് വരും, I² R ലോസ് വരും, ലോസ് ഇൻ ദി എർത്ത് കണക്ഷൻസ് വരും, ലീക്കേജ് ലോസ് ഇൻ ഇൻസുലേഷൻ. അപ്പോൾ ഇത്രയും ലോസസ് ഒക്കെയാണ് ആന്റിനയുടെ കേസിൽ വരുന്നത്. ഓക്കെ, then does the antenna efficiency eta represents the fraction of total energy supplied to the antenna which is converted into electromagnetic waves? അപ്പോൾ നമുക്ക് ഈറ്റേനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം പ്രാക്ടിക്കലി? അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈറ്റ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ദി ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി സപ്ലൈഡ് ടു ദി ആന്റിന which is converted into electromagnetic wave. ഓക്കെ, നമ്മൾ എന്തോരം എനർജിയാണ് ആന്റിനയിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത്, അതിൽ എന്തോരം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു റേഷ്യോ ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം? എഫിഷ്യൻസിനെ പറയാൻ സാധിക്കും. എഫിഷ്യൻസി ഈറ്റ റെപ്രസെന്റ്സ് ദി ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി സപ്ലൈഡ് ടു ദി ആന്റിന which is converted into electromagnetic wave. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇഫക്റ്റീവ് ഏരിയ ഓർ ഇഫക്റ്റീവ് അപ്പർച്ചർ ഓർ ക്യാപ്ചർ ഏരിയ. ഓക്കെ, ഇഫക്റ്റീവ് ഏരിയ അല്ലെങ്കിൽ ഇഫക്റ്റീവ് അപ്പർച്ചർ ഓർ ക്യാപ്ചർ ഏരിയ ആണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത്. സോ ഇഫക്റ്റീവ് ഏരിയ. Then a transmitting antenna transmits electromagnetic waves and a receiving antenna receives a fraction of the same. Okay, transmitting antenna എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ആൻഡ് റിസീവിങ് ആന്റിന എന്ത് ചെയ്യുന്നു? സെയിം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ കുറച്ച് ലോസസ് ഒക്കെ ഉണ്ടാകും. ആ ലോസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുന്നു.